എല്ലാം പറഞ്ഞു തീർന്നതും ആരതി അലറിക്കരഞ്ഞു. ആരതി കരയുന്നത് കണ്ടപ്പോൾ ആ നിമിഷം എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും ഋഷിക്ക് അറിയില്ലായിരുന്നു. ഋഷി ഒന്നും മിണ്ടാതെ അവിടെയുള്ള ചെയറിലിരുന്നു. ഭവീനെ തല്ലിയത് ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ടാണെന്നറിഞ്ഞതും ഋഷിൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ആരതിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. ആദ്യമായി ഋഷിന് ശ്രീലക്ഷ്മിയോട് അടക്കാൻ കഴിയാത്തത്രയും ദേഷ്യം തോന്നി. ഇപ്പോൾ അവളോട് അത് കാണിക്കാൻ സമയമായിട്ടില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഋഷിൻ തന്റെ പല്ല് ഞെരിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഋഷി, എന്റെ ഭവീൻ ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? ആരതിയുടെ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ ഒരു നിമിഷം അന്താളിച്ചിരുന്നു. ഉറപ്പായിട്ടും അവനൊന്നും സംഭവിക്കില്ല ആരതി. ഞാൻ അവനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും രക്ഷിച്ചിരിക്കും. ഋഷി മനസ്സിലെന്തോ ഉറപ്പിച്ച പോലെ തന്റെ മുൻപിൽ പ്രതീക്ഷയോടെ നിൽക്കുന്ന ആരതിക്ക് ഉറപ്പു നൽകി. ഏതാണ്ട് അന്ന് വൈകുന്നേരം വരെ ഇരുവരും ആശുപത്രിയിൽ പല സ്ഥലത്തായി അവരവരുടെ ചിന്താലോകത്തനങ്ങാതെയിരുന്നു. അപ്പോഴാണ് ഭവീനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഐസിയുവിൽ നിന്നും പുറത്തിറങ്ങി വന്നത്. അയാളെ കണ്ടതും ഋഷിനും ആരതിയും പരിഭ്രമത്തോടെ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, എന്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ലല്ലോ, ഭവീൻ ഓക്കെയല്ലേ? കണ്ണീരോടെ, എന്നാൽ അതിലുപരി ഒരു പ്രതീക്ഷയാർന്ന വാർത്ത കേൾക്കാനായിട്ടുള്ള ഹൃദയത്തോടെ ആരതി ഡോക്ടർ നോക്കി ചോദിച്ചു. ആരതിയുടെ മുഖം കാണേ ഡോക്ടർക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഡോക്ടർ ആശങ്കയോടെ അവളെ നോക്കി. എന്നാൽ കഴിയുന്ന വിധമൊക്കെ ഞാൻ ശ്രമിച്ചു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഭവീന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം, അദ്ദേഹം പറഞ്ഞു. എന്താ ഡോക്ടർ? ആരതി ചലനമില്ലാതെ നിന്നുപോയി. അതേ നിമിഷം തന്നെ ഋഷിൻ വെപ്രാളത്തിൽ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഒന്നുകൂടെ ചോദിച്ചു. ഭവീൻ കോമാ സ്റ്റേജിലാണ്. ഡോക്ടറുടെ ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് അവരുടെ കാതുകളിലെത്തിയത്. കേൾക്കാൻ ആഗ്രഹിക്കാത്തത് എന്തോ കേട്ടതുപോലെ ആരതി ചെവി പൊത്തിപ്പിടിച്ചു. അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരീരത്തിന്റെ ശക്തി ചോർന്നതുപോലെ അവൾ നിലത്തേക്ക് വീണിരുന്നു. ഒന്ന് നിലവിളിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വരാതെ കണ്ണുനീർ മാത്രം അവളിൽ നിന്നും തോരാതെ പെയ്തുകൊണ്ടിരുന്നു. ഋഷി എന്തു ചെയ്യണമെന്നറിയാതെ അതേ നിൽപ്പ് തുടർന്നു. നിങ്ങൾ ഭവീന്റെ ആരാണ്? ഡോക്ടർ ഋഷിനോട് ചോദിച്ചു. ഞാൻ ഋഷിൻ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഡോക്ടർ. കലങ്ങിയ കണ്ണുകളോടെ പതിഞ്ഞ സ്വരത്തിൽ ഋഷി മറുപടി പറഞ്ഞു. ഡോക്ടർ ആരതിയിൽ നിന്നും ഋഷി അല്പം അകറ്റി നിർത്തി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഐ എം സോറി മിസ്റ്റർ ഋഷിൻ. ഇതെങ്ങനെ അവരോട് പറയണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ കൈക്കും കാലിനും സാരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് കഴിയുന്നത്ര മികച്ച ചികിത്സ കൊടുത്തു. കോമയിലായതിൽ പിന്നെ ഭവീന്റെ ബോഡി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. ഞങ്ങളും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഡോക്ടർ പറഞ്ഞ അവസാന വരി ആരതിയും കേട്ടിരുന്നു. അതുകൂടെ കേട്ട് ഏങ്ങിക്കരയുന്ന ആരതിയെ കാണേ ഋഷിന് വല്ലാതെ കുറ്റബോധം തോന്നി. ഡോക്ടർ, അവൻ കോമയിൽ നിന്ന് ഉണരില്ലേ ഇനി? എന്തൊക്കെയാ ഡോക്ടർ നിങ്ങൾ ഈ പറയുന്നത്? ഋഷി കൂടുതൽ വ്യക്തമാവാൻ വേണ്ടി സംശയത്തോടെ ചോദിച്ചു. കോമയിൽ നിന്ന് ഉണർന്നാലും ഭവീൻ ഒരു സാധാരണ ലൈഫ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ലൈഫ് ലോങ് കോമയിൽ കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ ശരീരം മുഴുവൻ തളർന്ന് എന്ന് പറഞ്ഞ് അയാൾ അവന്റെ തോളിൽ തട്ടി അവിടെ നിന്നും നീങ്ങി. ഡോക്ടർ പറഞ്ഞത് കേട്ട് ഋഷിൻ പതിയെ ആരതിയുടെ അരികിലിരുന്നു. കരയാൻ പോലും കഴിയാതെ ആരതി അപ്പോഴും മരവിച്ചിരിക്കുകയായിരുന്നു. ആരതി, ഇക്കാര്യത്തിൽ നീ എന്നെ വിശ്വസിക്കണം. ഡോക്ടർ പറഞ്ഞത് മാത്രമല്ല വഴി. അവർക്ക് ഭവീനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഹെർബൽ മെഡിസിൻ ഉപയോഗിച്ച് ഞാൻ അവന്റെ ജീവൻ രക്ഷിക്കും. നമ്മുടെ പഴയ ഭവീനായി ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നിരിക്കും. പ്ലീസ് ആരതി, ഈ ഒരു തവണ നീ എന്നെ വിശ്വസിക്കണം, ഋഷി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവസാന മാർഗമെന്ന പോലെ അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം അപ്പോൾ അവനും കണ്ടിരുന്നു. ആരതിയെ എഴുന്നേൽപ്പിച്ച് കസേരയിലേക്ക് ഇരുത്തി ഋഷിൻ തന്റെ ഫോൺ എടുത്ത് മീനാക്ഷിയെ വിളിച്ചു. അവൾ കോൾ എടുത്ത് ഹലോ പറയും മുൻപേ ഋഷി സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഇന്നലെ ഹോട്ടലിൽ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? ഋഷിന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ട് മീനാക്ഷി ഒരു നിമിഷം ഞെട്ടി. ശ്രീലക്ഷ്മി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മീനാക്ഷിയുടെ തൊണ്ടയിലെ വെള്ളം വറ്റി വരളുന്നത് അവൾക്ക് നന്നായി അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ഓ, എന്നിട്ട് നീ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞോ? എന്നെ എന്തുകൊണ്ട് ഇതുവരെ വിളിച്ചില്ല? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചുള്ള എന്ത് ചെറിയ കാര്യമാണെങ്കിലും എന്നെ അറിയിക്കാൻ നിന്നോട് പറഞ്ഞോ ഇല്ലയോ? ഋഷിന്റെ ശബ്ദത്തിലെ ദേഷ്യം മനസ്സിലാക്കിയ മീനാക്ഷിക്ക് ശരീരത്തിലൂടെ ഒരു തരിപ്പ് തന്നെ അനുഭവപ്പെട്ടു. ബോസ്, ശ്രീലക്ഷ്മി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല.
ഇന്നലെ അവള് റൂമിലില്ലെന്ന് കണ്ടപ്പോഴാ അവള് പുറത്തു പോയത് തന്നെ ഞാൻ അറിഞ്ഞത്. മീനാക്ഷി എങ്ങനെയൊക്കെയോ അവനോട് അത് പറഞ്ഞൊപ്പിച്ചു. ആരാ അവളുടെ ഒപ്പം റെസ്റ്റോറന്റിൽ പോയത്? ഋഷൻ ക്ഷമയില്ലാത്തതുപോലെ ചോദിച്ചു. അവന്റെ പേര് നകുലെന്നാ. ഇവിടുത്തെ സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നാണ് അവന്റേത്. അവന്റെ അച്ഛൻ എന്തോ വലിയ ഫേമസ് ആളാണ്. മീനാക്ഷിയുടെ മറുപടിയെല്ലാം അവൻ ക്ഷമയോടെ കേട്ടു. അയാൾ ആരായാലും എനിക്കൊന്നുമില്ല. എന്റെ ഭവീനെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. അതിനെ ആരായാലും ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനം ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. ശ്രീലക്ഷ്മിയുടെ ഋഷിന്റെ സ്വരം തിരിച്ചറിയാൻ പറ്റാത്ത എന്തൊക്കെയോ വികാരങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. എനിക്കറിയില്ല ബോസ്. അവളുടെ മറുപടി ചെവിയിൽ പതിഞ്ഞതും ഋഷി ദേഷ്യത്തോടെ പല്ല് കടിക്കുന്നത് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. മീനാക്ഷിയോട് കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ ഫോൺ കട്ട് ചെയ്ത ഋഷിൻ ഇത്തവണ ശ്രീലക്ഷ്മിയെ നേരിട്ട് വിളിച്ചു. എന്താ സർ, ജയിലിലാണോ ഇപ്പോ? ശ്രീലക്ഷ്മി അവനോട് കോൾ എടുത്തതും കളിയാക്കി ചോദിച്ചു. ഋഷിൻ ചെറുതായി ഒന്ന് ഞെട്ടിയെങ്കിലും അതൊക്കെ വ്യക്തമാക്കി ഇപ്പോൾ അവളെ തന്റെ ഭാഗം വിശ്വസിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഋഷിൻ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം ശ്രീലക്ഷ്മി. പക്ഷേ ഇന്നലെ രാത്രി നടന്നതിന് കൃത്യമായ വിശദീകരണം നിന്റെ പക്കലുണ്ടോ? ഋഷിൻ രൂക്ഷമായി തന്നെ ചോദിച്ചു. എന്താ സംഭവിച്ചത് ഇന്നലെ നൈറ്റ്? ശ്രീലക്ഷ്മി ബോധപൂർവം തന്നെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. എന്താ നീ ചെയ്തതെന്ന് മറന്നുപോയോ? ഋഷിൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അവൾ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. ശ്രീലക്ഷ്മി! അവൻ ദേഷ്യത്തിൽ വിളിച്ചതും അവളുടെ ചിരി മറുതലയ്ക്കിൽ നിന്നും അവന് കേൾക്കാമായിരുന്നു. നിന്റെ കൂട്ടുകാരൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തേ അവന് പരദൂഷണം പറഞ്ഞു നടക്കലുണ്ടോ? അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്താ ശരിക്കും സംഭവിച്ചെന്ന് മനസ്സിലാകാതെയാണ് നീ ഇപ്പോ സംസാരിക്കുന്നത്. ഋഷൻ തന്റെ ക്ഷമയോടെ സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശ്രീലക്ഷ്മി അതൊക്കെ അവഗണിച്ചു കൊണ്ടേയിരുന്നു. ഋഷൻ, എനിക്കിപ്പോ ഒട്ടും സമയമില്ല ഇതൊക്കെ സംസാരിക്കാൻ. എങ്കിലും ഞാനൊരു കാര്യം അറിയിച്ചേക്കാം. ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായി ഇന്നലെ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ പോയി. അവിടെ വെച്ച് ഞാൻ നിന്റെ സുഹൃത്തുക്കളെ കണ്ടു, അത്ര തന്നെ. അവർ വെറുതെ വഴക്കുണ്ടാക്കാൻ ഇങ്ങോട്ടാണ് വന്നത്, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഭവീനെ നകുൽ വന്നടിച്ചതോ അവൻ ആശുപത്രിയിലായതോ ഒന്നും അവൾക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ പോയതിനു ശേഷം എന്ത് സംഭവിച്ചെന്നറിയാവോ? നിന്റെ ഫാൻ ഭവീനെ ആക്രമിച്ചു. അവനിപ്പോ ഹോസ്പിറ്റലിലാ, കോമയില്. അവൻ നിന്നെ സംരക്ഷിക്കാൻ നോക്കിയതിനാ ഈ അവസ്ഥയായത്. ഋഷി ദേഷ്യത്തോട് അലറി. അവൻ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഞെട്ടി. ഇന്നലെ നടന്ന സംഭവത്തിന്റെ പേരിൽ നകുൽ ഭവീനെ തല്ലുന്ന തരത്തിലേക്ക് പോകുമെന്ന് അവൾ കരുതിയില്ല. ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മനുഷ്യൻ അവളുടെ അരികിലേക്ക് നടന്നു വരുന്നത് കണ്ടു. അതെ, ഇപ്പോൾ അവൾ നകുലിന്റെ കൂടെയായിരുന്നു. അതേസമയം ഋഷി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ആ തെമ്മാടി നിന്റെ ഫാൻ ഇപ്പോൾ എവിടെയാണെന്ന് പറ, വാക്ക് ഞാൻ നോക്കിക്കോളാം, ഋഷി പറഞ്ഞു. ശ്രീലക്ഷ്മി മറുപടി പറയും മുമ്പേ അവളുടെ ഫോൺ നകുൽ തട്ടിപ്പറിച്ചിരുന്നു. എന്താ മാഡം, ഞാൻ നിങ്ങളെ ഇത്രയും വിശേഷപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഫോണിൽ സംസാരിക്കുകയാണോ? ഒരുതരം വളിച്ച ചിരിയോടെ നകുൽ പറഞ്ഞു. അത് കണ്ട് ശ്രീലക്ഷ്മി കൂടുതൽ ഭയന്നു. നിങ്ങൾ ഭവീനെ ഉപദ്രവിച്ചോ? അടിച്ചപ്പോൾ അവൻ കോമയിലേക്ക് പോയോ? വിളറിയ മുഖത്തോടെ അവൾ ചോദിച്ചു. അയ്യോ, ആ കാര്യം അറിഞ്ഞോ? പിന്നെ എന്താ ചെയ്യാ മാഡം. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.